ഇന്നത്തെ അമൽച്ചൻ്റെ ഹെൽത്തി ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടതെന്ന് കണ്ടാലോ. കുറേ കാര്യങ്ങളെ ഒഴിവാക്കി കുറേ കാര്യങ്ങളെ ആഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഇന്നത്തെ ലഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. പതിവ് പോലെ തന്നെ കുത്തിരി ചോറെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായിട്ട് കുറച്ചേ. അമ്മ കുറച്ച് വേലിച്ചീര തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് ഒരു സവോളയും തേങ്ങയൊക്കെ ഇട്ട് ഞാനതൊന്ന് വഴറ്റിയെടുത്തു. എണ്ണയുടെ ഉപയോഗവും ഞാൻ വളരെയധികം കുറച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് തോരനാണ് കേട്ടോ ഇത്. അതിലും ഞാനൊരു 2 സ്പൂൺ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഹെൽത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓയിലിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലഞ്ച് ബോക്സിലേക്ക് ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തത്. ഇനി ഞാൻ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തേക്കുവാണേ. സ്ക്വയറായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അലന്ന് പോകത്തില്ല. അല്ലെങ്കിലുണ്ടല്ലോ കുറേ നേരം ഉച്ചയൊക്കെ ആവുന്ന ടൈം ആകുമ്പോഴത്തേനും നന്നായിട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ സ്ക്വയർ രൂപത്തിൽ ലഞ്ചിന് വേണ്ടി കട്ട് ചെയ്തെടുത്തത്. തലേന്ന് കുറച്ച് ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മത്തിയെ. അതിനെ മുളകിട്ടൊരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുമീനൊക്കെ കഴിക്കാം, കൂട്ടത്തിൽ മത്തിക്കറിയാക്കി കേട്ടോ. ഫ്രൈ പറ്റത്തില്ല, കറി മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ മീൻകറി എടുത്തു കേട്ടോ. ഈ ഒരു ടിന്ന് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ടിന്നാണ്, അതുകൊണ്ട് ചൂട് പറ്റുമേ. പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് കുക്കുംബർ ഞാൻ റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് നാരങ്ങാനീര് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തതാണ്. അങ്ങനെ അമൽസിൻ്റെ ഹെൽത്തി ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടെല്ലാം ഹെൽത്തി ആയിരിക്കും കേട്ടോ. കൂട്ടത്തിൽ ചൂടുവെള്ളം എടുത്തു. അപ്പോൾ ഇനി അടുത്ത